അടുത്ത ടോപ്പിക്കാണ്, that is recurrence relations. Recurrence relation for a sequence an is a function that depends on some of the previous terms a naught up to etc an minus 1. അതായത് an minus 1 വരെ ഒരു പ്രീവിയസ് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ദ ഡിഫറൻസ് ഇക്വേഷൻ. അതായത് ഒരു തരം സീക്വൻസ് തന്നെയാണ്, അതൊരു ഫംഗ്ഷൻ ആണ്. പക്ഷെ അതില് ആ an, അതായത് ഈ an എന്നുള്ള സീക്വൻസിന്റെ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. ഫംഗ്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ an മുമ്പുള്ള സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ റിക്കറൻസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ an വരെയുള്ള ടേംസ് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ എഴുതി, ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇവിടെ an വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതണമെങ്കിൽ അതിന്റെ മുമ്പിലുള്ള സീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ. സോ ഇറ്റ് ഇസ് കോൾഡ് ഡിഫറൻസ്, അതിനെ നമ്മൾ പറയുന്നത് ഡിഫറൻസ് ഇക്വേഷൻ എന്നാണ്. സോ എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സീക്വൻസ് 3, 3 square, 3 cube. This is uniquely represented by the recurrence relation. ഇതിനെ യൂണിക്ലി റെക്കറൻസ് റിലേഷൻ ആയിട്ട് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് എഴുതാന്ന് വെച്ചാൽ an ഈക്വൽ ടു 3an മൈനസ് 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർ ഈ 3, 3 square, 3 cube അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതാണ് ഞാൻ എന്ത് ടേം ആയിട്ട് എടുത്തത്. അപ്പൊ എന്ത് ടേം a3 ആയിരിക്കും. a2 അപ്പൊ a3 ഈക്വൽ ടു 3 ക്യൂബ്, a2 ഈക്വൽ ടു 3 സ്ക്വയർ, a1 ഈക്വൽ ടു 3. ഈ a3 എന്ന് പറയുന്നത് നമുക്ക് 3 ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാലോ, ദാറ്റ് ഇസ് വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു a2 എന്ന് എഴുതാലോ. അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ സീക്വൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ an, അതായത് എന്ത് ടേമിനെ അതിന് തൊട്ട് മുമ്പുള്ള സീക്വൻസുകളുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റണം. അതായത് നമുക്ക് തൊട്ട് മുമ്പിലുള്ള സീക്വൻസ് ഏതാണുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ടേം പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾസോ സെയിം ആസ് an പ്ലസ് 1. ഇതിൽ നമുക്ക് ഇപ്പൊ an പ്ലസ് 1 ആണെങ്കിൽ 3an എഴുതാം. കൺസിഡർ an plus 1 equal to 3an, n greater than or equal to 0 and a not equal to 5. അപ്പൊ ഇവിടെ നമ്മൾ ഈ സീക്വൻസിലാണ് ഈ ഒരു റിലേഷൻ എഴുതിയത്. ഇനിയിപ്പോ ഞാൻ ഈ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഈ ഒരു സാധനത്തിൽ ഞാൻ ഇവിടെ റീറൈറ്റ് എഴുതി, എന്നിട്ട് a നോട്ട് എന്നുള്ള വാല്യൂ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. a നോട്ട് 5 എന്ന് കൊടുക്കുമ്പോ അപ്പൊ a1 എന്ത് വരും? 3 ഇൻറ്റു 5 15 വരും. a2 എന്ത് പറയും? 3 ഇൻറ്റു 15 വരും, 45. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇവിടുത്തെ, അതായത് ഫസ്റ്റ് ടേം a നോട്ട് എന്നുള്ള ഫസ്റ്റ് ടേം ഒരു സീക്വൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ടേം മാറുന്ന അനുസരിച്ച് ഒരേ ഫംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ 3 ആയിരുന്ന സ്ഥലത്ത്, ഇവിടെ a നോട്ട് 3 ആയിരുന്ന സ്ഥലത്ത് ഇവിടെ a നോട്ട് വന്നപ്പോ 5 ആയി. 5 ആകുമ്പോൾ അത് വേറെ സീക്വൻസ് ആയി മാറുമല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. The values of a naught or a1 given in addition to recurrence relation are called boundary condition. അതായത് ഞാനിപ്പോ പറഞ്ഞത് ആ a നോട്ട് അല്ലെങ്കിൽ നമുക്ക് a നോട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ സീക്വൻസ് a1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചോ, ഈ രണ്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു റിക്കറൻസ് റിലേഷൻ എന്ത് ഫോമിലായിരിക്കും എന്ന് പറയണത്. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം, ഇവിടെ 3 ആയപ്പോ 3 സ്ക്വയർ 3 ക്യൂബ് അങ്ങനെ പോയി. 5 ആണ്, a നോട്ട് ഈക്വൽ ടു 5 വന്നപ്പോ 5 15 45 എന്ന് പറഞ്ഞ് അങ്ങനെ പോയി സീക്വൻസ്. The order of a recurrence relation. It is the difference between the largest and the smallest subscript appearing in the relation. ഈ ഒരു റിലേഷന്റെ ലാർജസ്റ്റ് സ്മോളസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ, അതായത് ഇപ്പം a നോട്ട് a1 ഇങ്ങനെ പോവല്ലേ, ഈ ഒരു ഇതിനെയാണ് സബ്സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ചെറിയ സബ്സ്ക്രിപ്റ്റും ഏറ്റവും വലിയ സബ്സ്ക്രിപ്റ്റും, അതായത് ഇതിപ്പോ സീക്വൻസ് ആണ്, ഇതിനെ വെച്ചൊരു റിലേഷൻ എഴുതും പർട്ടിക്കുലർ. ഇപ്പം an ഈക്വൽ ടു 3 ഇൻറ്റു an പ്ലസ് an മൈനസ് 1 പ്ലസ് 4an അങ്ങനെയൊക്കെ നമുക്ക് റിലേഷൻസ് ഉണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് വെച്ച് ഒരു പർട്ടിക്കുലർ റിലേഷൻ നമ്മൾ റിക്കറൻസ് റിലേഷൻ കിട്ടും. ആ റിക്കറൻസ് റിലേഷനില് ആ എടുത്ത റിക്കറൻസ് റിലേഷനിലെ ഏറ്റവും സ്മോളസ്റ്റും ഏറ്റവും ലാർജസ്റ്റും വെച്ചിട്ട് അതിനെ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ
ആ റിലേഷന്റെ ഓർഡർ കിട്ടും. അതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ഇതാണ് ഒരു റിക്കറൻസ് റിലേഷൻ. അതായത് an മൈനസ് 3an മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 2an മൈനസ് 2. ഇതില് സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? n മൈനസ് 2. ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്റെ സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പം n മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 2. അതായത് ഇത് ഈ ഒരു റിക്കറൻസ് റിലേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ ഇവിടെ ആണെങ്കിലോ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് നോക്കൂല. അപ്പൊ ഈ 2 ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. സബ്സ്ക്രിപ്റ്റ് ഇതിന്റെ താഴെയുള്ള ഏതാണ്? ഇപ്പൊ ഇവിടെ an മൈനസ് 1 ആണ്. അപ്പൊ n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് ദി റിക്കറൻസ് റിലേഷൻ. ഇപ്പൊ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സബ്സ്ക്രിപ്റ്റില് വന്ന ടേംസ്. അപ്പം ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ്, അതായത് ആ ഒരു സാധനത്തിന്റെ ഹയസ്റ്റ് പവർ ഏതാണ്. ഇപ്പൊ ഈ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഹയസ്റ്റ് പവർ? 4 ആണ്. ഓർഡർ എന്ത് വരും? അപ്പൊ n, ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? n മൈനസ് 3. ഏറ്റവും ഇതെന്ന് പറയുന്നത് n ആണ്. അപ്പൊ n മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 3. ഓർഡർ നോക്കുമ്പോൾ ഇവിടെ 4 ആണ്, ഇത് 2 ആണ്, ഈ ടേമിന്റെ 3 ആണ്. ഇത് an ഹയസ്റ്റ് പവർ ആയിരിക്കണം. ബാക്കി ടേംസിന്റെ an ഇപ്പൊ ഇവിടത്തെ കേസിൽ ഫോർ എക്സാമ്പിൾ an റേസ് ടു an ക്യൂബ് പ്ലസ് an മൈനസ് 1 റേസ് ടു 5 മൈനസ് an മൈനസ് 2. ഇതാണ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യൂല. ഈ an ഹയസ്റ്റ് പവർ എന്താണോ അതായിരിക്കും എടുക്കുന്നത്. ഇവിടെ 5 ആണ്. നിങ്ങൾക്ക് അന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഓർഡർ 5 എന്ന് പറയാൻ പറ്റില്ല. an പവർ ഏതാണോ അതായിരിക്കും ആ ഒരു റിക്കറൻസ് റിലേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലീനിയർ റിക്കറൻസ് റിലേഷൻ. അതായത് നമ്മളിപ്പം ഇതിന്റെ ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചു ഈ ഒരു റിക്കറൻസ് റിലേഷന്റെ. പക്ഷേ ഡിഗ്രി 1 ആയിട്ട് വരുന്ന റിലേഷൻസിനാണ് നമ്മൾ ലീനിയർ റിക്കറൻസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഒരു ലീനിയർ റിക്കറൻസ് റിലേഷൻ ആണ്. കാരണം an പവർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. ഇനി അടുത്തൊരു തലയൊക്കെയാണ്. അല്ല അതിൽ തന്നെ ഒരു സബ് ടോപ്പിക്, ദാറ്റ് ഈസ് ദി ജനറൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഹാസ് ദ ഫോം. അതായത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് വരുന്ന ഒരു, അതായത് ഈ ഒരു സാധനത്തിന് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അങ്ങനെ വരുന്ന ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ലീനിയർ റിക്കറൻസ് റിലേഷന്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ്: an പ്ലസ് 1 പ്ലസ് can ഈക്വൽ ടു f of n for all n greater than or equal to 0. അതായത് അതിന്റെ ഹയസ്റ്റ് ടേമിൽ ഒരു പ്രത്യേകിച്ച് കോഎഫിഷ്യന്റ് ഒന്നും ഉണ്ടാവില്ല. അതിന്റെ തൊട്ട് താഴെയുള്ള ടേമിൽ ഒരു കോഎഫിഷ്യന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. പോരാതെ ഒരു ഫംഗ്ഷനും കൂടെ ചേരുമ്പോഴാണ്. അതായത് നമ്മളിപ്പോ നോർമൽ ആയിട്ട് ഇത്രയും നേരം കണ്ട റിക്കറൻസ് റിലേഷൻസ് ഒക്കെ തന്നെയാണ്. ഇതല്ല ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ an മൈനസ് 3 an പ്ലസ് 1 ഈക്വൽ ടു 1 എന്നോ അങ്ങനെയാണ്. ഇത് നേരത്തെ കണ്ട പോലത്തെ ഫസ്റ്റ് an മൈനസ് 1. ഇതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. ഇത് ആ ഒരു ഫോമിലാണ് ഈ ഒരു റിലേഷൻ. where c is a constant and f of n is a function on the set n of, അതായത് n f of n എന്ന് പറയുന്നത് 1 2 അങ്ങനെയുള്ള നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സിന്റെ കളക്ഷൻസ്, അതായത് ഏത് ആവാം, 1 ആവാം 2 ആവാം 3 ആവാം, അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രം വരുന്ന ആയിരിക്കും f of n ന്റെ വാല്യൂ എന്ന് പറയുന്നത്. If f of n is equal to 0, then the relation is homogeneous. ഇത് ഇവിടെ an plus 1 plus c of an equal to f of n ആണ് നമുക്കുള്ള അതായത് ഫസ്റ്റ് ഓർഡർ ലീനിയർ റിക്കറൻസ് റിലേഷൻ. ഈ f of n എന്ന് പറയുമ്പോൾ 1 ആവാം 2 ആവാം 3 ആവാം, അങ്ങനെ അപ് ടു എക്സെട്ര ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. അപ്പം f of n സ്ഥാനത്ത് അത് 0 ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു റിക്കറൻസ് റിലേഷനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. If f of n not equal to 0, then it is called a non-homogeneous. അതായത്
ഇത് ഈ ഫസ്റ്റ് കേസ് ഞാൻ പറഞ്ഞത് എഫ് ഓഫ് എൻ ഈക്വൾ ടു ഏതാവാം, എന്തോ ആവാം, 1 2 3 അപ് ടു എക്സെട്ര ഇൻഫിനിറ്റി, ഏത് വാല്യൂ ആവാം. ഇങ്ങനെയുള്ള കേസിനെ അതിന് നമ്മൾ നോൺ ഹോമോജീനിയസ് എന്ന് പറയും. ഇവിടെ 0 ആണെങ്കിൽ അതിനെ ഹോമോജീനിയസ് എന്ന് പറയും. ഇനി അടുത്തത് റിക്കൺസിലേഷനെ കുറിച്ച് കണ്ടു. ഇനിയിപ്പോ ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. The unique solution of a recurrence relation an plus 1 equal to dan എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞ ഹോമോജീനിയസ് കേസ് ആണ്. ഹോമോജീനിയസ് കേസിൽ ഈ ഒരു റിക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കിട്ടണം നമുക്ക് an ഈക്വൽ ടു ക്യാപിറ്റൽ A ഇൻറ്റു ഡി റേസ് ടു n, അതായത് ഈ ഡിന്റെ nth പവറോ, അതായത് an ഈക്വൽ ടു, അതായത് and a naught is equal to is referred as initial condition. അതായത് ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട റിക്കറൻസ് റിലേഷന്റെ കോൺസ്റ്റന്റ് ആണ്. എ നോട്ട് എന്ന് പറഞ്ഞത് എ, അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ നിന്നായിരിക്കുമല്ലോ ഈ റിലേഷൻ കിട്ടിക്കണം. ഇങ്ങനെയുള്ള ഒരു സീക്വൻസിൽ നിന്നായിരിക്കുമല്ലോ ഈ റിലേഷൻ കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു സീക്വൻസിൽ എ നോട്ട് ആയിരിക്കും നമ്മളിവിടെ എ ആയിട്ട് കൺസിഡർ ചെയ്യണത്. ഡി എന്ന് പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന റിക്കറൻസ് റിലേഷനിലെ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം, എങ്ങനെ സോൾവ് the recurrence relation an equal to 7 into an minus 1 for all n greater than, അതായത് ഒരു ഇനീഷ്യൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും അതുപോലെ n greater than or equal to 0, ഇവിടെ n greater than or equal to 1 and a2, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു സീക്വൻസ് a0 a1, അതായത് a0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ a1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേസിൽ a1 നിന്നാണ് ആ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് n greater than or equal to 1 എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് a2 ഈക്വൽ ടു 98, അത് a2ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, a1ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, a2ന്റെ വാല്യൂ 98 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ a2ന്റെ വാല്യൂ വെച്ച് തന്നെ നമുക്ക് a0, അതായത് a1 അല്ലെങ്കിൽ ഓർ a0 ഇത് നമുക്ക് കണ്ടുപിടിച്ചാലല്ലേ അതിന് എയുടെ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. എയുടെ വാല്യൂ കിട്ടിയാലേ നമുക്ക് ഇതിന്റെ ഈ ഒരു റിക്കൺസിലേഷൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ റിക്കൺസിലേഷൻ എടുത്ത് എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഇസ് an ഈക്വൽ ടു 7 an മൈനസ് 1. ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഞാൻ പറഞ്ഞില്ല a0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം a1 നിന്നും സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ആയാലും ആവാം. അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനത്തിന് നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കണമായിരിക്കും നമുക്ക് ഇച്ചിരി എളുപ്പം. അതിനാണ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആക്കാൻ വേണ്ടിയിട്ട് an പ്ലസ് 1 ഈക്വൽ ടു 7 an എന്നുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് a2 ഈക്വൽ ടു 98. ഇനി നമുക്ക് ഡിയുടെ വാല്യൂ, അതായത് നമുക്കിപ്പം an പ്ലസ് 1 ഈക്വൽ ടു ഡി ഇൻറ്റു an, നമുക്ക് എഴുതേണ്ട ഫോം എന്ന് പറയുന്നത് an ഈക്വൽ ടു a ഇൻറ്റു ഡി റേസ് ടു n. ഈ ഒരു സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോണത്. അപ്പം ഇവിടെ ഡിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 7. ഇനി അടുത്തത് ഈ ക്യാപിറ്റൽ എ കണ്ടുപിടിക്കണം. The solution is of the form an equal to capital A into d raised to a, where a naught equal to a. That is an equal to a naught d raised to n എന്ന് എഴുതാം. ഇത് എയുടെ സ്ഥാനത്ത് a naught എന്ന് ഇടാനാണ്, നമുക്ക് a naught equal to a ആണെന്ന് അറിയാം. That is an equal to a naught. d നമുക്ക് 7 ആണ്, അപ്പൊ 7 raised to n. a2 എന്ന് പറയുന്നത് നമുക്ക് 98 ആണെന്ന് അറിയാം. ഇതിനെ നമുക്ക് ഈക്വൽ ടു a0 ഇൻറ്റു 7 raised to 2 എന്ന് എഴുതാം. അതായത് an ഈക്വൽ ടു a0 7 raised to n, n ഈക്വൽ ടു 2 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ a2 ഈക്വൽ ടു a0 ഇൻറ്റു 7 raised to 2 എന്നല്ലേ വരൂ. a2 എന്താണ് നമുക്ക് 98 ആണ്. സോ 98 ഈക്വൽ ടു a0 7 raised to 2 ആണ് എഴുതിയിരിക്കുന്നത്. 7 raised to 2 എന്ന് പറയുമ്പോൾ 49. ദാറ്റ് ഇസ് a0 ഇൻറ്റു 49. അതിന് നമുക്ക് a0 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് 98 49 ക്യാൻസൽ ആകുമ്പോൾ a0 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഹെൻസ് ദ സൊല്യൂഷൻ ഇസ് a0ന്റെ സ്ഥാനത്ത് 2 എന്ന് കിട്ടി, an ഈക്വൽ ടു 2 ഇൻറ്റു 7 raised to n ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഒരു റിക്കറൻസ് റിലേഷൻ തന്നിട്ടുണ്ടാവും, അതിനെ സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഈ ഒരു ഫോമിലായിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മള് നോർമൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇട്ട് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നോർമൽ ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് എഴുതുമ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ്
കിട്ടും. ഇനി അടുത്താണ് നോക്കാം. an plus 1 equal to 3an for all n greater than or equal to 0 and n not a not. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് a നോട്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡിയുടെ വാല്യൂ നമുക്ക് 3 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ എന്താണ്? an equal to an plus 1 or an equal to d raised to an. അപ്പൊ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഇസ് an plus 1 is equal to d into an. That is an plus 1 equal to 3an. ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ an equal to a naught d raised to n ആണ്. a naught ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, a നോട്ടിന്റെ വാല്യൂ 5 തന്നിട്ടുണ്ട്. നോർമൽ ആയിട്ട് നമുക്ക് ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ an equal to 5 into 3 raised to n is the solution. ഇനി അടുത്തത് 6an minus 7an an1 equal to 0, n greater than or equal to 1 and a3 equal to 343. ഇതിനെ നമുക്ക് നമുക്കൊന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വി നോ ദാറ്റ് ദ സൊല്യൂഷൻ ഇസ്, ഇത് നമുക്കൊരു റിക്കൺസിലേഷൻ തന്നിട്ടുണ്ട്, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. നമുക്ക് ഒരു റിക്കൺസിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് an ഈക്വൽ ടു a d റേസ് ടു n ആണെന്ന് നമുക്ക് അറിയാം. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 6an മൈനസ് 7an മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന റിക്കറൻസ് റിലേഷൻ. ഇതിനെ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക്, അതായത് നമുക്ക് ഇതിന്റെ കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഈ ഫോമിലാണെന്ന് അറിയാലോ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ a എന്ന് പറയുന്നത്, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ a സ്ഥാനത്ത് a ഇൻറ്റു ഡി റേസ് ടു n ആണ്. സോ 6 ഇൻറ്റു a ഡി റേസ് ടു n മൈനസ് 7a ഡി റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടും. ഇത് ഈ എന്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു a ഡി റേസ് ടു n എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് a ഡി റേസ് ടു n കോമൺ ആയിട്ട് എടുത്തു. an-ന് a ഡി റേസ് ടു n ആണെങ്കിൽ an മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? a ഡി റേസ് ടു n മൈനസ് 1 ആയിരിക്കൂലേ? അത് തന്നെയാണ് ഇവിടെ നടന്നിട്ട്. അപ്പൊ a ഡി റേസ് ടു n മൈനസ് 1 ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും? 6d ആയിരിക്കും ഇവിടെ ബാക്കി ഉണ്ടാവുക. അതുപോലെ ഇവിടെ നിന്ന് a d raised to n minus 1 എടുക്കുമ്പോൾ 7 മാത്രമേ ബാക്കിയാവുള്ളൂ, which is equal to 0. ഇനി ഈ a d raised to n minus 1 വെച്ച് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുമ്പോൾ 6d minus 7 അല്ലേ ബാക്കി വരുന്ന. നോർമൽ ആയിട്ടുള്ള ഡിവിഷൻ വെച്ചിട്ട് അതിൽ നമുക്ക് എന്ത് കിട്ടും? d ഈക്വൽ ടു 7/6 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഡിയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഓൾറെഡി a3, അതായത് a3 തന്നിട്ടുണ്ട്. ഇനി a3 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എന്നാൽ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് പറ്റും? an ഈക്വൽ ടു a ഇൻറ്റു ഡിയുടെ വാല്യൂ എന്താണ്? 7/6 ഹോൾ റേസ് ടു n എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് n ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് പറ്റും? a3 ഈക്വൽ ടു a ഇൻറ്റു 7/6 ഹോൾ റേസ് ടു 3 എന്ന് വരും അല്ലേ? അപ്പൊ a3 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ നമുക്ക് a കണ്ടുപിടിച്ചാലേ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. a3 എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? 343. അപ്പൊ 343 ഈക്വൽ ടു a ഇൻറ്റു 7/6 ഹോൾ ക്യൂബ് എന്ന് കിട്ടി. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് a കിട്ടൂലേ? അപ്പൊ a എന്ത് കിട്ടും? 260. അപ്പൊ ഈ കിട്ടിയ 216നെ an ഈക്വൽ ടു ക്യാപിറ്റൽ A ഡി റേസ് ടു n, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? an ഈക്വൽ ടു 216 ഇൻറ്റു 7/6 ഹോൾ റേസ് ടു n. അതാണ് നമുക്ക് ഈ ഒരു തന്നിരിക്കണ ഇതിന്റെ സൊല്യൂഷൻ. അതായത് നമുക്ക് എന്ത് റിലേഷൻ, എക്വലൻസ് റിലേഷൻ ഫോം കിട്ടിയാലും അതിനെ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ചെറിയ കൺവേർഷൻ നടത്തി നമുക്ക്, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നിരിക്കുന്നത് an പ്ലസ് 1 ഈക്വൽ ടു dan ആണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോം. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കോഎഫിഷ്യൻസ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് നോർമൽ ആയിട്ട് എഴുതിയാലും കിട്ടും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6an മൈനസ്
7an minus 1 equal to 0. ഇതിന് ഈ ഒരു രീതിയിൽ എടുക്കാം. അപ്പൊ 6an equal to 7an minus 1 എന്ന് എഴുതാമല്ലോ. ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ an equal to 7/6 an minus 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ d equal to 7/6 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ ഇപ്പൊ ക്വസ്റ്റ്യൻസിനനുസരിച്ച്, അതായത് ഇപ്പൊ മാർക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറയണില്ല, കൂടുതൽ മാർക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും, കാരണം സ്റ്റെപ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താലും d equal to 7/6 തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ ഈ മെത്തേഡ് കൂടെ ഇവിടെ എഴുതി വെച്ചിരിക്കാം. If n greater than or equal to 0 is the unique solution of the recurrence relation an plus 1 minus dan equal to 0 and a3 equal to 153/49, a5 equal to 1377/2401, find d. അപ്പൊ ഡി, അതായത് നമുക്ക് ഇവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, റിക്കറൻസ് റിലേഷൻ തന്നിട്ടുണ്ട്, ഇതാണ് റിക്കറൻസ് റിലേഷൻ തന്നിട്ടുണ്ട്, a1 അതിന്റെ ഇത് തന്നിട്ടുണ്ട്, an എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. അതായത് ഈ ഒരു റിക്കറൻസ് റിലേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ an എന്നാണ്. ഇത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിയുടെ വാല്യൂ എന്താണെന്നാണ്. അത് ഡി ഇവിടെ ഇത്ര നേരം നമുക്ക് എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്, ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും, എ നോട്ടോ അല്ലെങ്കിൽ എ ടു അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാനായിരുന്നു. ഇവിടെ സോൾവ് ചെയ്ത സൊല്യൂഷൻ തന്നിട്ടുണ്ട്, വാല്യൂസ് തന്നിട്ടുണ്ട്, പക്ഷെ ഡിയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ ഡി കണ്ടുപിടിക്കാം. Given recurrence relation is an plus 1 minus d an equal to 0. ഇതാണ് നമ്മളെ റിക്കറൻസ് റിലേഷൻ. അതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് an equal to a d raised to n എന്നാണ്. അത് നമുക്കറിയാം. ഇവിടെ നമുക്ക് ഓൾറെഡി a3യുടെയും a5യുടെയും വാല്യൂസ് വരുന്നുണ്ട്, അതും നമ്മൾ എടുത്ത് എഴുതി. ഈ a3 എന്ന് പറയുന്നത് ഈ ഒരു സൊല്യൂഷന്റെ ഫോമിൽ എഴുതുമ്പോൾ എന്താണ്, n equal to 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a3 equal to a d raised to 3 എന്നല്ലേ. അതുപോലെ n equal to 5 വരുമ്പോഴാണ് a5 equal to a d raised to 5 എന്ന് വരും. നമുക്ക് ഓൾറെഡി a3യുടെയും a5യുടെയും വാല്യൂ തന്നിട്ടുമുണ്ട്. അപ്പൊ ഈ 1, അതായത് a3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും വരാം, ഈ സൊല്യൂഷന്റെ ഫോമിൽ നോക്കി കഴിഞ്ഞാൽ a3 equal to a d raised to 3 എന്നും വരും. ഇതിനെ നമുക്ക് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പം അതായത് a3 ഇവിടെ രണ്ട് സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പൊ 153/49 will be equal to capital A into d raised to 3 എന്നല്ലേ. അതുപോലെ ഈ ഒരു ടേം എന്ന് പറയുന്നത് a d raised to 5ന്റെ ഈക്വൽ ആയിരിക്കുമല്ലോ. അതാണ് ഈ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ എടുത്തെഴുതി. ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് 153/49 into 1/d³ എന്ന് കിട്ടും. അതായത് ഈ d³ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അതുപോലെ ഇവിടെയും അതുപോലെ d raised to 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന a equal to ഈ ഒരു വാല്യൂ കിട്ടി. ഇവിടെയും എയുടെ വാല്യൂ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിനെ നമുക്ക് ഇതുപോലെ ഇക്വേറ്റ് ചെയ്യാം. അതായത് എയുടെ വാല്യൂ ആ ഫുൾ റിക്കറൻസ് റിലേഷൻസിൽ ഒറ്റ ഒരു വാല്യൂ കാണുള്ളൂ. അതുപോലെ ഡിയും അങ്ങനെ തന്നെയല്ല, ആ ഫുൾ റിക്കറൻസ് റിലേഷനിൽ ഒറ്റ വാല്യൂ കാണുള്ളൂ. ഇപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇപ്പൊ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ഇതിനെ സോൾവ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം d raised to 5നെ ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് d square equal to 9/49 which is equal to d equal to, അത് നമ്മൾ നോർമൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് സോൾവ് ചെയ്ത്, അത് പ്രത്യേകിച്ചൊന്നുമില്ല. d equal to plus or minus 3/7 എന്ന് നമുക്ക് കിട്ടും. അത് നോർമൽ ആയിട്ടുള്ള നമ്മൾ ഈ d raised to 5നെ ഇവിടെ കൊണ്ടുവന്നു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് ക്യാൻസൽ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ 9/49 കിട്ടും. d സ്ക്വയറിനെയാണ് 9/49 കിട്ടുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒന്നി പ്ലസ് 3/7 ആവാം, അല്ലെങ്കിൽ മൈനസ് 3/7 ആയിരിക്കും. ഇനി അടുത്ത ഒരു ഇക്വേഷൻ ടൈപ്പാണ്. ഞാൻ എല്ലാ ടൈപ്പും ഈ ഒരു റിലേഷനിലെ എല്ലാ ടൈപ്പിൽ നിന്നും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഇതന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ട്. ഇതിപ്പോ ഞാൻ എല്ലാത്തിൽ നിന്നും ഓരോരോ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഫൈൻഡ് A12. അത് ഇപ്പം നമ്മള് ഒരു റിക്കറൻസ് റിലേഷൻ വന്നിട്ട് അത് സോൾവ് ചെയ്യാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഓരോ കണ്ടീഷൻസ് തന്നിട്ടുള്ള സോൾവിങ് കണ്ടു.
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കണ്ടു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്കൺസിലേഷൻ ഉണ്ട്. ഒരു റിക്കൺസിലേഷൻ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിൽ നിന്നാണല്ലോ ഒരു റിക്കൺസിലേഷൻ കിട്ടുന്നത്. ആ സീക്വൻസിൽ ഒരു പെർട്ടിക്കുലർ ഇതായ A12 എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു തന്നിരിക്കുന്ന റിക്കൺസിലേഷൻ ഉപയോഗിച്ചിട്ട് A12 കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാണ് ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ. സോ an+1 സ്ക്വയർ ഈക്വൽ ടു 5 into a raised to square. പക്ഷെ ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ലീനിയർ ആയിട്ടുള്ള ടേംസ് ആണ്. അതായത് ഒരു ഡിഗ്രി ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ലീനിയർ ആയിട്ടുള്ള ഇത്രയും നേരം കണ്ടത് an+1 ഈക്വൽ ടു CAN ഈ ഒരു ഫോമിലുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇവിടെ എന്താണ് ഒരു പവർ ഇല്ലേ? അപ്പം ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം. ദാറ്റ് ഇസ് സോ റീഅറേഞ്ചിങ് ലെറ്റ് an സ്ക്വയർ. ഇതിനെ നമ്മൾ an സ്ക്വയറിനെ നമ്മൾ bn എന്ന് കൊടുത്തു. an+1 സ്ക്വയർ ഈക്വൽ ടു bn+1 അങ്ങനെ നമ്മൾ മാറ്റി. നമ്മൾ അതിനെ അതായത് നമുക്ക് ഇപ്പൊ ഇവിടെ ലീനിയർ ഫോമിലല്ല ഇരിക്കുന്നത്, ഇതിനെ നമ്മൾ ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ bn+1 ഈക്വൽ ടു 5bn. അതായത് an+1 സ്ക്വയറും an സ്ക്വയറിൽ നമ്മൾ ഓരോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 a0 ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മള് അങ്ങനെ ആകുമ്പം bn എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സ്ക്വയർ ആയിരിക്കൂലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതായത് b0 എന്ന് പറയുന്നത് b0 എന്ന് പറയുന്നത് a0 സ്ക്വയർ ആണ്. a0 നമുക്ക് 2 എന്ന് തന്നിട്ടുണ്ട്. സോ 2 സ്ക്വയർ ഈക്വൽ ടു 4. നമുക്കിപ്പോ എന്താണ് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു റെക്കൺസിലേഷൻ എല്ലാ കണ്ടീഷൻസും ഒക്കെ ഉള്ള ഒരു ലീനിയർ റെക്കൺസിലേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പം നമുക്കിവിടെ A12 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ A12 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നെ സോൾവ് ചെയ്ത് കിട്ടുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, സൊല്യൂഷൻ ഇല്ലേ? ആ ഫോമിൽ എത്തിച്ചാലേ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം bn ഈക്വൽ ടു AD⁻n എന്നാണ്. bn എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ bn എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടത്തെ bn എന്ന് പറയുമ്പോൾ bn+1 ഈക്വൽ ടു 5bn ആണ്. അപ്പൊ ഇവിടെ 5 ആയിരിക്കും d എന്ന് പറയുന്നത് അല്ലെ? അത് നമ്മളിപ്പോ ഈ ഫോമില് an+1 ഈക്വൽ ടു dan എന്നുള്ള ഫോമിലല്ലേ ഈ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഈ bn ടേംസിലുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും അതിന്റെ സൊല്യൂഷൻ വന്നത്. അപ്പൊ d എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇവിടെ ഓൾറെഡി നമുക്ക് a0 ആണ് തന്നിരുന്നത്, അതിൽ നമുക്ക് b0 കിട്ടി. അതായത് ഫസ്റ്റ് ടേം തന്നെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അത് 4 into 5n ആയിരിക്കും. ദാറ്റ് ഈസ് bn ഈക്വൽ ടു 4 into 5n ആണ്. അതായത് nth ടേം, ആ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് an തിരിച്ചു കൊണ്ടുവന്നാലേ A12 കണ്ടുപിടിക്കാൻ പറ്റും. an എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് bn ആയിരിക്കൂലേ? കാരണം നമുക്ക് എന്താണ് bn ഈക്വൽ ടു an സ്ക്വയർ ആണ്. an എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് bn ആണ്. അപ്പൊ an ഈക്വൽ ടു റൂട്ട് ഓഫ് bn ആണ് നമുക്കറിയാം. bn എന്താണ്? 4 into 5n. അതിനടുത്ത് അതായത് an ഈക്വൽ ടു റൂട്ട് ഓഫ് bn ആണ്. നമുക്ക് bn എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് സൊല്യൂഷൻ കിട്ടി. ഈ ഒരു ലീനിയർ റെക്കൺസിലേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഇതിനടുത്ത് ഈ bn ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 into 5n എന്ന് വരും അല്ലെ? റൂട്ട് ഓഫ് എന്നാൽ നമുക്ക് 4ന്റെ റൂട്ട് തന്നെ 2 ആണ്. റൂട്ട് ഓഫ് 5 ഹോൾ റേസ്ഡ് n എന്ന് എഴുതാം. ഈ റൂട്ട് നമുക്ക് അകത്തും പുറത്തേക്കും വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് 5 into n/2 എന്ന് എഴുതിയാലും നമുക്ക് പ്രശ്നമില്ല. സോ ഇതിലേക്ക് a-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. 2 into √5 ഹോൾ റേസ്ഡ് n എന്ന് കിട്ടി ഇല്ലേ? ഇനി A12 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്റെ സ്ഥാനത്ത് 12 മൾട്ടിപ്ലൈ ചെയ്ത് 12 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഫുൾ ആയിട്ട് 5 ആണ്. ഇവിടെ 2 into √5 ഹോൾ റേസ്ഡ് 12. അത് എന്റെ സ്ഥാനത്ത് 12 ഇട്ട് കൊടുത്തു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 31,250. ഇത്രയും നേരം നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ലീനിയർ ഹോമോജീനിയസ് റെക്കൺസിലേഷൻസിന്റെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ.